എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പാസ്പോർട്ട് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ പാസ്പോർട്ട് നിയമത്തിൽ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ബാധിക്കുക, ആവശ്യമായ രേഖകൾ, പുതിയ പാസ്പോർട്ടിന്റെ സവിശേഷതകൾ, പാസ്പോർട്ടിൽ ചില കാര്യങ്ങൾ ചെയ്താൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്ത്യൻ പാസ്പോർട്ടുകളിൽ ഇനി ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ചില വിവരങ്ങൾ ഉണ്ടാകില്ല. ഇപ്പോൾ പുതുതായി നൽകുന്ന പാസ്പോർട്ടിൽ ഉപയോക്താവിന്റെ വിലാസം ഉണ്ടാകില്ല. പകരം പേജിലെ ബാർകോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഡാറ്റ കളക്ട് ചെയ്യും. മാത്രമല്ല, വിവാഹമോചിതരായ കുടുംബങ്ങളിലെ സിംഗിൾ പേരന്റുമാർക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ മാതാപിതാക്കളുടെ പേരുകളും ഒഴിവാക്കും. മാത്രമല്ല, പാസ്പോർട്ടിന്റെ നിറവും മാറും. നയതന്ത്രജ്ഞർക്ക് ചുവപ്പ് പാസ്പോർട്ടും സർക്കാർ ജീവനക്കാർക്ക് വെള്ള പാസ്പോർട്ടും സാധാരണ പൗരന്മാർക്ക് നീല നിറത്തിലുള്ള പാസ്പോർട്ടും ആയിരിക്കും ഇനി ഉണ്ടാകുക. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിദേശകാര്യ മന്ത്രാലയം 1967 പാസ്പോർട്ട് നിയമത്തിലെ സെക്ഷൻ 24 ഭേദഗതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ജനനതീയതി പരിശോധനയ്ക്ക് ആവശ്യമായ രേഖകളിൽ മാറ്റം വരുത്തി. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. 2023 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചവരെയാണ് ഈ മാറ്റങ്ങൾ പ്രധാനമായും ബാധിക്കുന്നത്. പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ ഇനി മുതൽ ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ തെളിവായി സ്വീകരിക്കുകയുള്ളൂ. 1969 ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഇത് നൽകാൻ അധികാരപ്പെടുത്തിയ മുനിസിപ്പൽ കോർപ്പറേഷൻ മറ്റേതെങ്കിലും അധികാരിയോ നൽകിയ ജനന സർട്ടിഫിക്കറ്റാണ് ഇതിന് വേണ്ടത്. എന്നിരുന്നാലും 2023 ഒക്ടോബർ 1 മുമ്പ് ജനിച്ചവർക്ക് ഇതിനായി ഇനി പറയുന്ന 7 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തേത് അവസാനമായി പഠിച്ച സ്കൂളിലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തേത് ജനന തീയതി തെളിയിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ്, മൂന്നാമത്തേത് പാൻ കാർഡ്, നാലാമത്തേത് സർക്കാർ ജീവനക്കാരനാണ് എങ്കിൽ സർവീസ് രേഖ, വിരമിച്ച ജീവനക്കാരനാണ് എങ്കിൽ വിരമിക്കൽ രേഖ സമർപ്പിക്കാം. അഞ്ചാമതായി ഡ്രൈവിംഗ് ലൈസൻസ്, 6 വോട്ടർ ID കാർഡ്, 7 LICയിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള ഇൻഷുറൻസ് രേഖ. പാസ്പോർട്ടുമായി അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാസ്പോർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഇത് പല ആളുകളും ലംഘിക്കാറുണ്ട്. ഏത് തരത്തിലായാലും ഇത് ലംഘിക്കുന്നത് നിയമപരമായി കുറ്റകരമാണ്. അറസ്റ്റിന് വരെ സാധ്യതയുണ്ട്. യാത്രാ ചരിത്രം മറച്ചുവെക്കൽ, പാസ്പോർട്ടിൽ കൃത്രിമം കാണിക്കുക, പാസ്പോർട്ടിലെ പേജുകൾ കീറിക്കളയുക എന്നിവയൊക്കെ കുറ്റകരമായിട്ടുള്ള പ്രവർത്തികളാണ്. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 420, 465 വകുപ്പുകൾ പ്രകാരം ജയിൽ ശിക്ഷയോ പിഴയോ രണ്ടും കൂടിയോ ലഭിച്ചേക്കാം. വഞ്ചന, വ്യാജരേഖ ഉണ്ടാക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രേഖപ്പെടുത്തുക. പാസ്പോർട്ട് ആക്ട് 1967 സെക്ഷൻ 12 പ്രകാരവും കേസെടുക്കുന്നതാണ്. മനഃപൂർവ്വമല്ലാതെ പാസ്പോർട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. വിലാസവും പാസ്പോർട്ട് നമ്പറും ഫോട്ടോയും നഷ്ടമാവാത്ത രീതിയിലാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ തൽക്കാൽ പദ്ധതി പ്രകാരം പാസ്പോർട്ട് പുതുക്കി കിട്ടാൻ അപേക്ഷകൾ സമർപ്പിക്കാം. 1 മുതൽ 3 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഇതിന്റെ സേവനം ലഭ്യമാവുന്നതുമാണ്. 36 പേജുള്ള പാസ്പോർട്ട് ഇപ്രകാരം ലഭിക്കാൻ 3500 രൂപ ചെലവാകും. 60 പേജിനാണെങ്കിൽ 4000 രൂപയോളം നൽകേണ്ടി വരും. അതേസമയം വിലാസത്തിനോ പാസ്പോർട്ട് നമ്പറിനോ ഫോട്ടോക്കോ കേടുപാടുകൾ സംഭവിക്കുകയാണ് എങ്കിൽ ഈ തൽക്കാൽ സേവനം ലഭ്യമാവുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിദേശ യാത്രകളിൽ നമ്മുടെ പാസ്പോർട്ടുകൾ നഷ്ടപ്പെടുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പല ആളുകൾക്കും അറിയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റുകളും നമ്മെ സഹായിക്കുന്നതാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മെ അതാത് രാജ്യത്തെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നമ്മെ സഹായിക്കുന്നതാണ്. പാസ്പോർട്ട് വിദേശത്ത് വെച്ച് നഷ്ടമാകുകയാണ് എങ്കിൽ ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് നേടുന്നതിന് വേണ്ടി ഇന്ത്യൻ എംബസിയെ സമീപിക്കാൻ കഴിയും. അപ്പോൾ ഈ കാര്യങ്ങൾ പാസ്പോർട്ടുള്ള ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.